കൃഷ്ണ ഭഗവാനെ, വിഷുവാണ്, കയ്യിലൊന്നുമില്ല, എന്റെ കൂടെ ഉണ്ടാവണേ. ചേട്ടനെവിടെ? ഏട്ടൻ പുറത്തു പോയി. കഴിക്കാനൊന്നുമില്ലേ? ആ ടേബിൾ മതാ. ഓക്കേ. ആരാരാ? ഭഗവാൻ. ഏത് ഭഗവാൻ? കൃഷ്ണനാടോ? കൃഷ്ണനാ? ശസയില്ല മയിൽപ്പിണ്ടാകും. വരുന്ന വഴിക്ക് എൻ്റെ കൂടെ ഓടിയപ്പോ സാധനം പോയി. കൃഷ്ണൻ. അത് ശരി. എന്തിപ്പോ ഇവിടെ? നീ അല്ലേ ഉണ്ണിയെ വന്നിട്ട് അമ്പലത്തിലെന്ന് പറഞ്ഞത് എൻ്റെ കൂടെ വേണമെന്നൊക്കെ. ഞാൻ പോന്നു. അതെ, ഞാനിവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ഭഗവത് അന്വേഷണം വന്നതാ. എന്താ? ഇത് എന്റെ ദോശയാ. ഞാൻ ജീവനോട് ഭഗവാൻ ആദ്യമായിട്ടാണ്. തലയിലെന്തത്? ഓ, ഒന്നും പറയണ്ട. കഴിഞ്ഞിട്ട് നിന്നോ ഭഗവാനെ. കൃഷ്ണ, കഴിഞ്ഞിട്ടായിട്ട് ഇതേ ഉള്ളൂ. കൈനീട്ടൊക്കെ കിട്ടൂലേ? ഇങ്ങനെ ഇടയ്ക്ക് അതുകൊണ്ടാണ് കിരീടും മാലൊന്നും ഇല്ലാണ്ടാവുന്നത്. കിരീടോ? സ്വർണത്തിന്റെ. കിരീടോ? അല്ല, ഞാൻ കൂടെ ഉണ്ടാവുന്നത് കാശിന് വേണ്ടിട്ടാ. അതുകൊണ്ട് ഇയാളെന്തിരാ? എന്റെ പൊണ്ണുണ്ണി, ആ നാലുകെട്ടിനകത്ത് കയറി ആ ചിരുമേനിന്റെ എല്ലാ സാധനങ്ങളും ഊരിയെ പെട്ടിക്കകത്ത് ചെയ്യുക. എന്തോരം സ്ത്രീകൾ കാണാൻ വരുന്ന അവസ്ഥ ആലോചിച്ചു. വളരെ മോശം. ആ, പിന്നെ എങ്ങനെ അയാൾ കീഴം വെച്ചിട്ട് എനിക്ക്? അതല്ല, ഇതൊക്കെ ഊരി വാങ്ങിയ അമ്പലത്തിനുള്ളിൽ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഭഗവാൻ പോകുമ്പോ ഞാനും പോരാ. എന്നിട്ട് നമുക്ക് ഒക്കെ എടുത്തൊന്ന് മറിക്കാം. അടുത്ത വിഷയമാകുമ്പോ ഞാൻ സെറ്റാക്കി തരാം. കാര്യം ഓർമ്മ വന്നപ്പോഴാ നടടച്ചിട്ടില്ല. ഞാൻ ഈ പിടിച്ച തിരക്കിൽ പാഞ്ഞു വന്നപ്പോഴേ നടടയ്ക്കാൻ മറന്നു. നാട്ടിൽ നമുക്ക് ചെന്നിട്ട് അടയ്ക്കാന്ന്. ഞാൻ ഇവിടെ നിൽക്കുന്നീ, ഞാൻ നടടച്ച് പെട്ടെന്ന് വരാം. പോവല്ലേ, ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചു. ഏട്ടൻ വന്നോ? ഇല്ല, വന്നില്ല. പിന്നെ ഈ ആരോടാ ഒറ്റയ്ക്ക് സംസാരിക്കണേ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ.